ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മിക്സഡ് ഫ്രൈഡ് റൈസാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യമേ ഒന്ന് കടായി അടുപ്പ് വെച്ചു. അതിനകത്തേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. എന്നിട്ട് 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് വെള്ളം വാർന്ന് പോകാൻ വെച്ചിരുന്ന പാത്രത്തിൽ നിന്ന് അരി ഈ പാനിനകത്തോട്ടിട്ട് നെയ്ക്കകത്തോട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. ഒരു 5 മിനിറ്റ് 5-6 മിനിറ്റ്. റൈസ് വെക്കാൻ എടുത്തിരിക്കുന്നത് എൻ്റെ റൈസ് കുക്കറാണ്, ഇലക്ട്രിക് കുക്കറ്. ഈ വരട്ടിയ അരി ഞാൻ റൈസ് കുക്കറിൻ്റെ ബൗളിലേക്ക് ഇട്ടു. ഇട്ടിട്ട് ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അതുകൊണ്ട് ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വീതം 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. കുറച്ച് ഉപ്പിട്ടു. എന്നിട്ട് കുക്കറിൽ വെച്ച് കുക്കിംഗ് സ്വിച്ച് ഓണാക്കി വെച്ചു. മുമ്പ് ഞാൻ അതിനകത്ത് ഒഴിച്ച് വെച്ച റൈസ് വെള്ളത്തിനകത്തോട്ട് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു. സോക്കുന്ന പാത്രമല്ല, വെള്ളം ഊർന്നു പോകുന്ന പാത്രം ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾ എടുത്തിരിക്കുന്നത് ആദ്യം ഫസ്റ്റ് ഇഞ്ചിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 4 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ 2 ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10 ബീൻസ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ വേറെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഞാൻ കുറച്ച് കാഷ്നട്ട് അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. കിസ്മിസ് ഞാൻ എടുത്ത് വെച്ചെങ്കിലും എനിക്ക് ഇടയ്ക്ക് മധുരം കടിക്കുന്ന ഇഷ്ടമല്ലാത്തത് ഞാൻ കിസ്മിസ് ചേർത്തിട്ടില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇവിടെ ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്ത് നല്ല ചുമന്ന പരുവത്തിൽ വറുത്ത് കോരിയെടുത്തു. പാത്രത്തിൽ ബാക്കിയുള്ള എണ്ണയ്ക്കകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് വറുത്ത് കോരി നല്ല ചുമക്ക വറുത്ത് കോരി എടുക്കുവാണ്. ഈ നിറമാകുമ്പോഴത്തേക്ക് നമുക്കത് കോരിയെടുക്കാം. കോരി ഇവിടെ ഞാൻ ഒരു ഉരുളിക്കകത്തേക്ക് വെച്ചേക്കുവാണ്.
കാരണം ചോറിട്ടിളക്കാൻ എളുപ്പമുണ്ടല്ലോ, ആ സൗകര്യത്തിന് വേണ്ടി. ആ ബാക്കി എണ്ണയ്ക്കകത്തോടെ ഞാൻ സവാളയും പച്ചമുളകും കൂടെ വറുത്ത് വരുക. കാരണം പച്ചമുളക് തന്നെ ഇട്ട് വറക്കാൻ പറ്റത്തില്ല, പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് സവാളയും പച്ചമുളകും കൂടെ എടുക്കുകയാണ്. പച്ചമുളക് ചെറുതായിട്ട് അരിയാം, പക്ഷേ പിള്ളേർക്ക് കടിക്കുമെന്ന് പേടിച്ചിട്ടാണ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. കുറച്ച് വെള്ളം കഴിയുമ്പോൾ നമുക്ക് അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ നമ്മുടെ സവാള ആവശ്യത്തിന് ഇത് മൂത്തിട്ടുണ്ട്. അത് ഞാൻ കോരി എടുക്കുവാണ്. അതും കോരി ഞാൻ ആ ഉരുളിക്കകത്തോട്ട് തന്നെ ഇടുവാണ്. അതിനകത്തോട്ട് ഞാൻ ആ ബീൻസും കൂടെ അങ്ങിട്ട് കൊടുത്തു. ഉപ്പും കൂടെ ഞാൻ അങ്ങിട്ട് കൊടുത്തു. പച്ച നിറം നഷ്ടപ്പെടാതെ തന്നെ അത് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതും ഞാൻ ഉള്ളിക്കകത്ത് മറ്റ് ചേരുവകളെ കൂടെ ഇട്ടു. അല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇനി നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുവാണ്. അരിഞ്ഞ് വെച്ച ക്യാരറ്റ് മൊത്തം ഇട്ടു. അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തു. ചോറ് വെന്തിട്ടുണ്ട്. ഇവിടെ വെന്ത ചോറ് നമ്മൾ ആ ഉള്ളിക്കകത്തോട്ട് വഴറ്റി വെച്ചേക്കുന്ന മറ്റ് വെജിറ്റബിളിൻ്റെ മണ്ടയിലോട്ട് കുറച്ചായിട്ട് നിരത്തി. അതിൻ്റെ ആ ചോറിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റും കൂടെ വഴറ്റിയെടുത്തത് അങ്ങ് ചേർത്ത് കൊടുത്തു. ചിക്കനെ ഉടച്ചിട്ട് അത് സ്വല്പം എണ്ണയ്ക്കകത്ത് ഇച്ചിരി കുരുമുളക് ഇട്ടാണ് ഞാൻ വേവിച്ചത്. എന്നിട്ട് ഇച്ചിരി കുരുമുളക് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തു.
മുമ്പത്തെ പാൻ തന്നെ അടുപ്പിലിട്ടൊന്ന് വെച്ചിട്ട് അല്പം എണ്ണ ഒഴിച്ച് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഇച്ചിരി ഉപ്പും ഒരു ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി പൊടിമാസ് മാതിരി എടുത്തു. വഴറ്റി ചിക്കനും ഈ ചോറിനകത്തോട്ടിട്ടു മുട്ടയും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് ഇളക്കിയെടുത്തു. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആവശ്യമുള്ള ഉപ്പുണ്ട്. കാരണം ചോറിനകത്ത് ഉപ്പ് ചേർത്തായിരുന്നു. വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തു. ചിക്കൻ ഉപ്പ് ചേർത്ത് വേവിച്ചതായിരുന്നു. മുട്ടയ്ക്കകത്ത് ഉപ്പ് ചേർത്തായിരുന്നു. അതുകൊണ്ട് ഈ ഫ്രൈഡ് റൈസിന് ആവശ്യമുള്ള ഉപ്പ് ഇതിനകത്തുണ്ട്. ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ ഇവിടെ നമ്മുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം, നല്ലതും മോശമായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബും കൂടെ ചെയ്യുക പ്ലീസ്.